ഹായ്, നമ്മൾ ഈ ഒരു റിസൾട്ടാണ് പഠിക്കാൻ പോണത്. റിസൾട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് റിസൾട്ട് ഇതാണ്: ഇഫ് പി പ്ലസ് റൂട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്നിരിക്കട്ടെ. റൂട്ട്സിൽ ഒരെണ്ണമാണ്, ഒരു റൂട്ടാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷന് എത്ര റൂട്ട് ഉണ്ടായിരിക്കും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്സാണുള്ളത്. ചിലപ്പം ഈ 2 എന്നുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് ആകാം, അല്ലേ? ചിലപ്പം ഈ 2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആകാം. ചിലപ്പം ഈ 2 എന്നുള്ളത് എന്താകാം? റിപ്പീറ്റ് ചെയ്ത് വരാം. സെയിം നമ്പർ തന്നെ ഇവിടെയും വരാം, ഇവിടെയും വരാം. മൂന്നാമത്തെ കേസ് ഏതാ? മൂന്നാമത്തെ പോസിബിലിറ്റി എന്നുള്ളത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം, അല്ലേ? കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. 2 ഡിഫറെൻറ്റ് കോംപ്ലക്സ് നമ്പറുകൾ വരാം. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ നമ്മുടെ ഡിയുടെ വില ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴത്തേക്ക്, ഡിയുടെ വില ഈക്വൽ ടു 0 ആകുമ്പോൾ, ഡിയുടെ വില ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പോൾ ഡി ലെസ് ദാൻ 0 ആകുമ്പോൾ മാത്രമാണ് എന്ത് റൂട്ടുകളിലേക്ക് നമ്മൾ പോകുന്നത്? കോംപ്ലക്സ് റൂട്ട്സിലേക്ക് പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇത് നിങ്ങൾക്കധികം പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 2 പാർട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പറയുന്നതാണ്, നമ്മൾ റിസൾട്ടിലേക്ക് തിരിച്ചു വരാം. പി പ്ലസ് റൂട്ട് ക്യൂ എന്നുള്ളത് ഒരു റൂട്ടാണെന്നുണ്ടെങ്കിൽ അതർ റൂട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ റൂട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണക്കൊന്നും ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. ഡയറക്റ്റ് നിങ്ങൾക്ക് പറയാം പി മൈനസ് റൂട്ട് ക്യൂ. പിടിയോ? ഒരു റൂട്ട് പി പ്ലസ് റൂട്ട് ക്യൂ ആണെങ്കിൽ രണ്ടാമത്തെ റൂട്ട് ആരായിരിക്കും? പി മൈനസ് റൂട്ട് ക്യൂ. കാരണം നമ്മുടെ ഇക്വേഷൻ ഇതിൻ്റെ രീതി തന്നെ നമുക്കറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a, അല്ലേ? ഈ രീതിക്കാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പം ഒന്ന് പ്ലസ് ആയിട്ട് വരികയാണെങ്കിൽ അടുത്തത് ആ റൂട്ടിന് മുമ്പ് മൈനസ് വരും. ഇതിന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. മൈനസ് b/2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിന് പഠിച്ചാലും കുഴപ്പമില്ല, കേട്ടോ. അപ്പം നോക്കിയാൽ നടുക്കൊരു പ്ലസ് ഓർ മൈനസ്. അപ്പം ഒന്ന് പി പ്ലസ് റൂട്ട് ക്യൂ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആരായിരിക്കും? പി മൈനസ് റൂട്ട് ക്യൂ. ഇങ്ങനെ വരത്തുള്ളൂ, പെയറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 2 പ്ലസ് റൂട്ട് 3 ഈസ് 1 റൂട്ട്. ഓക്കെ, 1 റൂട്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതായിരുന്നു: ഫൈൻഡ് അതർ റൂട്ട്. നിങ്ങളിപ്പോൾ പഠിച്ച റിസൾട്ട് കൊണ്ട് നിങ്ങൾക്കറിയാം രണ്ടാമത്തെ റൂട്ട് ആരായിരിക്കും? 2 മൈനസ് റൂട്ട് 3. എത്ര ഉള്ള കാര്യം ക്ലിയർ? ഇനി നമ്മളിങ്ങനെ എപ്പോഴും കുറേ നേരമായിട്ട് ഞാൻ പറയാണല്ലോ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ടുകളാണ്. ഒന്ന് ആൽഫ എന്ന് വിളിക്കാം, 2 ബീറ്റ എന്ന് വിളിക്കാന്നിരിക്കട്ടെ. 2 റൂട്ട്സാണ്, അതിലൊന്ന് ആൽഫയും ബീറ്റ എന്നിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ചുമ്മാണ് x² പ്ലസ് ഒരു bx പ്ലസ് c. ഞാൻ എ മനഃപൂർവ്വം എഴുതാൻ ഞാൻ x² എന്ന് മനഃപൂർവ്വം എഴുതാൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ടാണ് ആൽഫയും ബീറ്റയും ഒന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ അർത്ഥം ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്, ഈ റൂട്ടിനോടിയാണെങ്കിലും ഗുണമുണ്ടേ, ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നാണ് എൻ്റെ മീനിങ്. അതായത് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ നമ്മളൊരു പേര് ഉപയോഗിക്കാം, ലീനിയർ ഫാക്ടേഴ്സ്. ലീനിയർ ഫാക്ടേഴ്സ്. ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിഗ്രി. നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ 2 ഡിഗ്രി. ഓക്കെ, ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ 2 ഡിഗ്രി. ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിഗ്രി. ഓക്കെ, 2 1 ഡിഗ്രി പോളിനോമിയൽ അല്ലേ? ഒരു പോളിനോമിയൽ എക്സ് മൈനസ് ആൽഫ, രണ്ടാമത്തെ പോളിനോമിയൽ എക്സ് മൈനസ് ബീറ്റ. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പം x² മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ പറയുന്നു. ഇത് സോൾവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ഉപയോഗിച്ച് ചെയ്യും. അപ്പോൾ എങ്ങനെ എഴുതും നിങ്ങൾ? മൈനസ് ബി എന്നുള്ളത് ഇപ്പം 3 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 9 മൈനസ് 4
AC/2A. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3 ± 4 8, അപ്പോൾ ഇത് 1 വരും /2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് 4/2 ആൻഡ് അടുത്തത് 2/2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 and 1. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് റൂട്ട്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ റൂട്ട്സ്. ഇതിന് വേറൊരു മീനിങ് ഉണ്ട്. ഇത് റൂട്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കിതിനെ x-2 × x-1 ഒന്ന് കണ്ടുപിടിക്കാം. 2 റൂട്ടാണല്ലോ, അപ്പോൾ അതിനെ x-2 × x-1 എന്ന് കണ്ടുപിടിക്കാൻ പോവാം. നിങ്ങളിതിനെ ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ എന്ത് വരും? ആദ്യം x × x, അപ്പോൾ അതെന്ത് വരും? x². അടുത്തത് x × -1, അപ്പോൾ എന്ത് വരും? -x. അത് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ -2 എടുക്കുക. ഈ ടൈമിനെ -2നെ x കൊണ്ട് ഗുണിക്കുക, അപ്പം -2x. ഇനി ഈ -2നെ -1 കൊണ്ട് ഗുണിക്കുക, 2 - കൂടെ ചേർന്നിട്ട് പ്ലസ്. ഓക്കെ, നമുക്കപ്പോൾ എന്ത് വരും? x². -x-ഉം -2x കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -3x + 2. ഇത് തന്നെയല്ലേ നമ്മുടെ ചോദ്യം? ഇതല്ലായിരുന്നു നമ്മുടെ ചോദ്യം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 3x + 2. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റൂട്ട് കിട്ടുവാണെങ്കിൽ റൂട്ടിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പം ഒരു റൂട്ട് ആൽഫയും മറ്റൊരു റൂട്ട് ബീറ്റയും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? x - α × x - β എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ലീനിയർ ഫാക്ടേഴ്സ്. കേട്ടോ, ലീനിയർ ഫാക്ടേഴ്സ്. അപ്പം നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ലീനിയർ ഫാക്ടേഴ്സ് നമുക്ക് റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എപ്പോഴൊക്കെ എഴുതാൻ സാധിക്കും? റിയൽ ലീനിയർ ഫാക്ടർ റിയൽ ആയിട്ട് നമുക്ക് റിയൽ നമ്പർ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന് d > 0 ആണ്, അല്ലെങ്കിൽ d = 0 ആണ്. d <0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസേഷൻ നടത്താൻ പറ്റും. പക്ഷെ അത് എന്ത് ഫാക്ടറൈസേഷൻ ആയിരിക്കും? കോംപ്ലക്സ് ലീനിയർ ഫാക്ടേഴ്സ്. പിടിയോ? ഓക്കെ, അപ്പം d > 0 ആണെങ്കിലും d = 0 ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റൂട്ട്സ് റിയൽ റൂട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കവിടെ റിയൽ ലീനിയർ ഫാക്ടേഴ്സ് കിട്ടും. പക്ഷെ d <0 കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? കോംപ്ലക്സ് ലീനിയർ ഫാക്ടേഴ്സ് ആയിരിക്കും. നമുക്കൊരു കണക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഫോർ വാട്ട് വാല്യൂ ഓഫ് k ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അവരൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, kx² + 4x + 1 ക്യാൻ ബി ഫാക്ടേർഡ് ഇൻറ്റു, ഫാക്ടർ വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥയല്ല, ഫാക്ടറൈസ്ഡ് ഇൻറ്റു 2 റിയൽ ലീനിയർ ഫാക്ടേഴ്സ്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് റിയൽ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. റിയൽ ലീനിയർ ഫാക്ടർ എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്കറിയാം റിയൽ ലീനിയർ ഫാക്ടർ ഇടണമെങ്കിൽ ഒന്നുകിൽ d > 0 ആയിരിക്കണം, അല്ലെങ്കിൽ d = 0. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ d > or = എന്താണോ 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കണക്ക് എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ d കണ്ടുപിടിക്കുക. b² - 4ac ആണല്ലോ d. അപ്പം b², അതായത് 4² - 4a എന്ന് വെച്ച് കഴിഞ്ഞാൽ k × 1. ശരിയാണല്ലോ. ഇതിനെ സിംപ്ലിഫൈ കഴിഞ്ഞാൽ 16 - 4k. ക്ലിയർ ആണല്ലോ. അപ്പം ഇതെന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 16 - 4k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4k ആയിരിക്കണം. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 വെച്ച് വെട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ, അതായത് കെയുടെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പം പഠിപ്പിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാം. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ഒരു കണക്ക് ഇത് തന്നെ നോക്കാം. ഇപ്പം 2x² + x - 1 അതിൻ്റെ റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/2 - 1 ആണ്. ഞാനിപ്പം പറഞ്ഞ പ്രകാരം നമുക്കതിനെ എങ്ങനെ എഴുതാം? x - 1/2 ഇൻറ്റു മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആണ്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനെ ഗുണിച്ച് നോക്കുക. ഇതിനെ ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ x - 1/2 × x + 1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായത് കിട്ടും.
കേട്ടോ. ഇത് ഈ സാധനം കിട്ടും. നിങ്ങളിവിടെ അതോടെ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ കൂട്ടത്തിൽ. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്. ഇനി അതുപോലെ നമ്മൾ ചെയ്ത കണക്കിൻ്റെ അത് 2 റൂട്ട്സാണ് 1/2 -2/3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സ് മൈനസ് 1/2 മൈനസ് അത് പ്ലസ് ആവുമേ. എക്സ് പ്ലസ് 2/3 തമ്മിൽ ഗുണിച്ച് നോക്കുക. ഇത് ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഏത് 6x² + x - 2 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ.